Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. മലയാറ്റൂർ ജനവാസ മേഖലകളിൽ പുലി ഇറങ്ങിയതായി നാട്ടുകാർ. ഇവിടത്തെ വളർത്തുമൃഗങ്ങളെ പുലി കടിച്ചു കൊല്ലുന്നത് പതിവാകുന്നു. മലയാറ്റൂർ ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതായി നാട്ടുകാർ. ഇവിടുത്തെ വളർത്തുമൃഗങ്ങളെ കടിച്ചുകൊല്ലുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം പാണ്ടിൻചിറയിൽ കന്നുകാലിയെ പുലി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചേലച്ചുവട്ടിൽ പാപ്പുട്ടന്റെ കറുവ പശുവിനെയാണ് മൃഗീയമായി ചത്ത നിലയിൽ കണ്ടത്. കന്നുകാലിയുടെ പകുതിയോളം ഭാഗം ഭക്ഷിച്ച നിലയിലായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപ് നടുവട്ടം സ്വദേശി പൂണേലി ജോഷിയുടെ വീട്ടിലെ കാളക്കുട്ടിയെയും കടിച്ചു കൊന്നിരുന്നു. ഞാൻ പാല കൊണ്ട് കൊടുത്തിട്ടാണ് ഈ പശുക്കളെ കയറ്റി അവിടെ കൊണ്ടുവന്ന് ആക്കണതും ഇതിനെ കെട്ടിയിരുന്നതും. അത് കഴിഞ്ഞ് അവിടെ വന്ന് പോത്തുകളെ കൊണ്ടുപോയി കയറ്റി വിടുമ്പോൾ ഒരു 1:30 കഴിഞ്ഞ് അതിന് ശേഷം ഇങ്ങോട്ട് ഇറങ്ങി വന്നെ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇവിടെ വന്ന് ഈ ചാണം പഠിച്ചിട്ട് കഞ്ഞുടിയും കഴിഞ്ഞ് ഒരു 3:30-4 മണിയാകുമ്പോഴത്തേനും ചെല്ലും. അങ്ങനെയാണ് എല്ലാ ദിവസവും. ഇന്നലെ ഇപ്പോൾ പോത്തിനെ അടിവാരത്തേക്ക് വിട്ടതുകൊണ്ട് ഇത് ചെല്ലാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇത്തിരി കയറ് നീളത്തിനിട്ട് ഇടയ്ക്കൊന്നും മാറ്റി കെട്ടാൻ പറ്റാത്ത കാരണം 2 പശുവിൻ്റെ കയറ് കൂടി കെട്ടി ഇട്ടായിരുന്നു. പോത്തിനെ കൊണ്ടുവന്ന് കെട്ടി അഴിക്കാൻ ചെല്ലുമ്പോഴാണ് അപ്പോൾ മറ്റുള്ള പശുക്കളൊക്കെ വന്ന് വട്ടം കൂടി നിൽക്കണണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കണണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി, എന്തോ സംഭവിച്ചിട്ടാണ് ഇവരിങ്ങനെ വട്ടം കൂടിയിരിക്കണേന്ന്. അവരിൽ തന്നെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പശു ഇങ്ങനെ മറിഞ്ഞ് കിടക്കണുണ്ട്. അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ. ഞാൻ ഇപ്പോൾ ശരിക്കും എൻ്റെ വീട് 4-ാം പാട്ടാണ്. ഈ പശുവിന് സംഭവിച്ചാണ് 2-ാം പാട്ടാണ്. ആ ഒരു പ്രൈവറ്റ് ഭൂമിയിൽ കെട്ടിയാർന്ന് തന്നെയാണ് പുലിയാണ് പിടിച്ചേക്കണേ. എനിക്ക് ഉറപ്പാണ് പുലിയെ പിടിച്ചതെന്നുള്ളത്. ഡെപ്യൂട്ടി സാറ് പറഞ്ഞ പുലിയല്ല വേറെ മൃഗമെന്നാണ് എൻ്റെ അടുത്ത് തർക്കിച്ചത്. ഞാൻ പിന്നെ തർക്കിച്ച് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, പിന്നെ അതിനെപ്പറ്റി എന്നോട് തർക്കിച്ചില്ല. ഞാൻ പുലി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് തർക്കിച്ചില്ല. അതിനുശേഷം വീണ്ടും അവർ ക്യാമറ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ വീണ്ടും രാത്രി വന്ന് തിന്നുണ്ട്. ഇന്ന് ചെന്നപ്പോഴും ഞാൻ ഈ മാന്തിയേക്കണ പാടും ആ സ്റ്റാഫുകളെ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത് പുലി തന്നെയാണെന്നുള്ളത് അപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ വന്ന് ഈ ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കൂട് വയ്ക്കണ അഭിപ്രായമൊക്കെയാണ് പറഞ്ഞേക്കണേ. ഇവിടെ വയറുഭാഗം മൊത്തം കടിച്ചുകൊണ്ടേ കിടന്നു. ഇവിടെ ആദ്യമായിട്ടല്ല, 23-ലുണ്ടായി. ഇപ്പം രണ്ടാമത് ഇപ്പോൾ വന്നാണ് 25-ല്. മെമ്പറുടെ സുഹൃത്ത് അറിയിച്ചു. ഇത്ര വേഗം ഇത് കൂട് വെച്ച് പിടിക്കാനുള്ള സംവിധാനം ഇവിടെ അയൽക്കാരൊക്കെ താമസക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാത്രി ഇറങ്ങാൻ 6 മണി കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല ഒരു സ്ഥലത്തേക്ക്. മലയാറ്റൂർ സ്വദേശി ശ്രീദേവിയുടെ വീട്ടിലെ വളർത്തുനായയെയും പുലി പിടിച്ചതായി പറയുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി പുലിയുടെ ആക്രമണത്തിൽ വലയുകയാണ് മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്ത് നിവാസികൾ. തുടർച്ചയായി വളർത്തുമൃഗങ്ങളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പുലി. ഞാൻ ജോഷി പൂണേലി, മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലെ 2-ാം വാർഡിലെ താമസക്കാരനാണ്. ഞാൻ ക്ഷീരവികസന മേഖലയിൽ, പശു വളർത്തൽ മേഖലയിൽ, കന്നുകാലി വളർത്തൽ മേഖലയിലുള്ള ഒരാളാണ്. വർഷങ്ങളായി ഞങ്ങൾ ഈ സംരംഭം ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ 3.5 ഏക്കർ മേഖലയിൽ എൻ്റെ അപ്പൂപ്പന്മാർ തുടങ്ങിയ കാലങ്ങളിൽ ഈ മേഖലയിൽ മൃഗങ്ങളെ വളർത്തുന്നതാണ്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ഈ മേഖലയിൽ വന്യമൃഗശല്യം കന്നുകാലികൾക്ക് വലിയ രൂക്ഷമായൊരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി പല പ്രാവശ്യവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നമ്മൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ മാസം എന്ന് പറഞ്ഞാൽ ഈ ജൂലൈ മാസം തന്നെ ഇവിടെ 3 മൃഗങ്ങളെയാണ് പുലി വേട്ടയാടിയിട്ടുള്ളത്. ഒന്ന് ഈ കിടക്കുന്ന മൂരിക്കുട്ടിയാണ്. ഇതുണ്ടായത് കഴിഞ്ഞ 27-ാം തീയതി ഞായറാഴ്ച രാത്രി ആയിരിക്കണം ഇതുണ്ടായതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ഇതിനെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കണ്ടതാണ്, തൊട്ട് താഴെ വെച്ച് ഞാൻ കണ്ടതാണ്. പിന്നീട് കണ്ടില്ല, അന്വേഷിച്ച് നടന്നിട്ട് ചൊവ്വാഴ്ചയാണ് ഈ ജഡം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറൊക്കെ വിളിച്ചറിയിച്ചപ്പോൾ നമ്മൾ വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞ ഭാഗമായി ഇവിടെ ക്യാമറ സ്ഥാപിച്ചിരുന്നു. സന്ദർഭവശാൽ അതിനുശേഷം ഈ 2-3 ദിവസങ്ങളിലൂടെ പുലി വന്ന് തിന്നതായി കണ്ടില്ല. ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ തൊട്ടടുത്ത് ഇവിടുന്ന് 2 തോട്ടം മാറി അപ്പുറം എന്നെ പോലെ പശു വളർക്കുന്ന ഒരു പാപ്പുട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ ഒരു പശുവിനെ ഇന്നലെ 31-ാം തീയതി ഉച്ചയ്ക്ക് അവിടെ പറമ്പിൽ കെട്ടിയിട്ടിരുന്നതാണ്. കറക്കുന്ന പശുവാണ്. അതിനെ പുലി പിടിച്ചിട്ടുണ്ട്. പുലി പിടിച്ച് അതിൻ്റെ മൂടുഭാഗമൊക്കെ തിന്ന നിലയിലാണ് ഞങ്ങൾ കാണാൻ കഴിഞ്ഞത്. വൈകിട്ട് അഴിക്കാൻ ചെന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ ചെന്നപ്പോൾ ഫോറസ്റ്റ് ഓഫീസർമാർ അവിടെ ഉണ്ടായിരുന്നു.
അവർ സാന്നിധ്യത്തിൽ അവർ പറഞ്ഞത് ഇത് പുലിയാണോ ചെന്നായാണോ എന്നവർക്ക് കൺഫ്യൂഷനാണ് എന്ന് പറഞ്ഞു. ക്യാമറ വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ രാത്രി വൈകി ക്യാമറ സ്ഥാപിച്ചിരുന്നു. രാത്രി ബാക്കി അവശിഷ്ടം പുലി വന്ന് തിന്നിട്ടുണ്ട്. അതിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാൻ ഇപ്പോൾ ചോദിക്കാൻ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ ടെക്നീഷ്യന്മാർ നോക്കിയാലാണ് അത് മനസ്സിലാവുള്ളൂ, ഞങ്ങളല്ല നോക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. ബാക്കി വിശദ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ല. ഞങ്ങളിവിടെ കുറേ പേര് പശുവിനെ വളർത്തിയും ആടിനെ വളർത്തിയും പോത്തുകളെ വളർത്തിയാണ് ഉപജീവനം നടത്തുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു പറ്റം സമൂഹം ഇവിടെയുണ്ട്. ഇവരുടെ ജീവിതമാർഗം വളരെ വഴിമുട്ടി നിൽക്കുന്നു. ജനങ്ങൾ പ്രതിസന്ധിയിലാണ്. ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മേഖലയാണ്. സ്കൂൾ കുട്ടികൾ പോകുന്ന വഴിയാണ്. മലയാറ്റൂർക്ക് തീർത്ഥാടകർ പോകുന്ന വഴിയാണ്. അതുപോലെ പ്ലാന്റേഷൻ കോർപ്പറേഷനിലേക്ക് തൊഴിലാളികളും അതിരപ്പള്ളിക്ക് പോകുന്ന തീർത്ഥാടകരും പോകുന്ന വഴിയുടെ മേഖലയാണിത്. തൊട്ട് താഴെ 200 മീറ്റർ പോലും ഇല്ല ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് ചെല്ലാൻ, മലയാറ്റൂർ റോഡിലേക്ക്. ഇവിടുന്ന് 300 മീറ്റർ ഉള്ളൂ പാണ്ടുവാറ അതിരപ്പള്ളി റോഡിലേക്ക് ചെല്ലാനായിട്ട്. അപ്പോൾ ജനം മൊത്തം ഭീതിയിലാണ്, കർഷകരാകെ പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടലുണ്ടായി ഈ മൃഗത്തെ, അത് എന്തായാലും പുലിയായാലും ചെന്നായാലും എന്തായാലും ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ കൂടുവെച്ച് പിടിക്കുകയോ ഇവിടുന്ന് ഓടിച്ചു വിടുകയോ ചെയ്ത് ജനങ്ങൾക്ക് സുരക്ഷിത ഉണ്ടാക്കാനുള്ള നടപടിയിലേക്ക് വരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിനകത്ത് ഇടപെടണം, ജനപ്രതിനിധികൾ ഇതിനകത്ത് ഇടപെടണം, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവിധ ഇടപെടലുകളും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. പുലിയാണെന്നുള്ള സംശയത്തിലാണ് ഫോറസ്റ്റുകാരും. അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ 12ാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ 31 വരെ. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 299 രൂപ മുതൽ. 1 പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ, അപ്പച്ചട്ടി, തവ, കുക്കർ, ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. പ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം. എല്ലാ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അങ്കമാലി.